നമുക്കെല്ലാവർക്കും അറിയാം, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. വിവിധങ്ങളായ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുന്ന ലോകത്തുള്ള എല്ലാ സഹോദരങ്ങളെയും, ഏറെ പ്രത്യേകിച്ച് നമ്മുടെ തന്നെ സംസ്ഥാനമായ കൊച്ചു കേരളത്തെയും അതിൻ്റെ വിവിധങ്ങളായ ദുരന്ത അവസ്ഥകളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ വരാൻ പോകുന്ന ഉടമ്പടി ധ്യാനത്തിൽ അൾത്താരയിൽ ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമേ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ നായക, കാവലാ നീ വരൂ, സ്നേഹമേ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ നായക. തളരുന്ന നേരത്തിൽ പ്രാണനെ ക്രൂശിതാ നീ മാത്രം ആശ്രയം. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമേ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ നായക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഞങ്ങളുടെ സാന്നിധ്യം പ്രകടമാകുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം സ്വീകരിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് നീ വരൂ, സ്നേഹമേ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ നായക. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി പാടാം. കാവലാ നീ വരൂ, സ്നേഹമേ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവേ, നീ ആലയത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ നിയോഗങ്ങളിലൂടെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി തീരുവാൻ, നിയോഗങ്ങൾക്കും അപ്പുറം നിത്യനായ ദൈവത്തെ തിരിച്ചറിയുവാൻ, അഭിഷേകത്തോടെ ജീവിക്കുവാൻ, ക്രിസ്തു കൈമാറ്റത്തിൽ ജ്വലിച്ച സാക്ഷികളായി തീരുവാൻ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ഞങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ എന്നും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, അങ്ങയുടെ അനുഭവം ലഭിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയൊഴുകുവാൻ തടസ്സമായതെല്ലാം ഞങ്ങൾ വിട്ടുപേക്ഷിച്ച് കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ
അനുവദിക്കുന്ന സമയം അത്രയും അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുക്കണമേ എന്നും അഭിഷേകം ചെയ്യണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്നെ നടത്തുന്നു, എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിൻ കൂടെയുള്ള. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിൻ കൂടെയുള്ള. കൈകൾ ഉയർത്തി. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിൻ കൂടെയുള്ള. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിധങ്ങളായ ജീവിത ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങളെയും കേൾക്കാരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കിയ മക്കളെ പ്രാർത്ഥിക്കുന്നു. ടെലിവിഷനിലൂടെയും ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളുടെയും വിഷയങ്ങൾ പ്രത്യേക മധ്യസ്ഥതയാൽ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം രാധമ്മ എന്ന് പറയുന്ന ഒരു മാള്, ഹരിപ്പാടെന്ന് ഉള്ളവരാണ്, ഹരിപ്പാട്. ഈ രാധമ്മ ഒറ്റ ശ്വാസത്തിൽ ഉടമ്പടിയുടെ 15 അനുഭവങ്ങളെ പങ്കിട്ട്, 15 അനുഭവങ്ങൾ ഉടമ്പടിയുടെ. അപ്പോൾ എനിക്ക് ഇടക്കാലം കൊണ്ടൊരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരോടും പറഞ്ഞില്ല. ഇപ്പോൾ ഉടമ്പടിയിൽ ഇന്നലെ ഒരു മജിസ്ട്രേറ്റ് സാക്ഷ്യം പറഞ്ഞു. അതുപോലെ തന്നെ IAS വിദ്യാർത്ഥികൾ അവർ പാസ്സായതിനു ശേഷം വന്ന് സാക്ഷ്യം പറയും. IIM-കാർ സാക്ഷ്യം പറയും, IIT-കാർ സാക്ഷ്യം പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ എഡ്യൂക്കേഷൻ അക്കാഡമിഷ്യൻസൊക്കെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതായത് കാലക്രമത്തിൽ ഇത് വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ വിഷയങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്നൊരു പ്രാർത്ഥനയായിട്ട്, പദ്ധതിയായിട്ട് ഇത് മാറുമോ? കാര്യം അതൊരു ക്രിമിലേറെ വരത്തുള്ളൂ. ഒരു സമൂഹത്തിൽ 5% അക്കാഡമിഷ്യൻസ് വരത്തുള്ളൂ. ബാക്കി ഒരു 70% പ്രാദേശിക ജീവിതക്കാരും, ഇപ്പം ജീവിതം തന്നെ മറിയല്ലേ, വിദേശ ജീവിതക്കാരും പ്രാദേശിക ജീവിതക്കാരും അതിപ്രാദേശിക ജീവിതക്കാരുണ്ട്. വാർഡ് ജീവിതക്കാർ, പഞ്ചായത്ത് വാർഡിൽ നിന്ന് അവർ പുറത്ത് പോകത്തില്ല. ആ വാർഡിൽ ജനിച്ച് വാർഡിൽ ജീവിച്ച് വാർഡിൽ മരിച്ചു പോകും. അതാണ് നമ്മുടെ സാധാരണ മനുഷ്യർ. ഈ വാർഡിൽ ജനിച്ച് ജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഞാൻ പണ്ട് ഒക്കെ അഡ്രസ്സ് ചെയ്തിരുന്നതെല്ലാം അത്തരം ആൾക്കാരെയായിരുന്നു. കാര്യം അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു വേർപ്പിലും വേദനയിലും അവർക്ക് ഒരു കൈത്താങ്ങ്, ഒരു കൈ പിടിച്ച് കൊടുക്കുക, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക.
അപ്പോഴങ്ങനെ വന്നപ്പോഴെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റലക്ച്വൽസും എഡ്യൂക്കേഷണലിസ്റ്റും അക്കാഡമിഷ്യൻസും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഉടമ്പടി വന്നപ്പോൾ ഉടമ്പടി ഒരു ടെക്നിക്കൽ പ്രെയർ ആയത് കാരണം വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ ചേരുവകൾ ഫോർമുലയൊക്കെ മനസ്സിലാക്കി ഷാർപ്പ് ഷൂട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഷോട്ട് ഡൗൺ ആകും അത്. അപ്പം അതുകൊണ്ട് ഈസിയാണ്. കാര്യം ഈസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ചെയ്താൽ ഇന്ന ഫലമൊന്നുണ്ട്. അല്ലാതെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഉടമ്പടി വളരെ തന്ത്രപൂർവ്വം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രാർത്ഥിക്കുന്ന ഇത് പ്രെയർഫുൾ അതായത് പബ്ലിക് പ്രാർത്ഥിക്കുന്ന പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു കൺഫർമേഷൻ, അവരൊരു അംബിഗ്വിറ്റി ഉണ്ട് അവർക്ക്. എന്ന് വെച്ചാൽ ഒരു എന്താണ്, ദൈവം കേൾക്കുമായിരിക്കും, കേട്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അവർക്കൊരു ഉറപ്പില്ല. കാര്യം അവർ ചില സമയത്ത് അവർക്ക് ഞങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിൽ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ, അതൊരു ആധ്യാത്മിക ആശങ്കകളാണ്. ഇപ്പം ഞാൻ ഈ വർഷങ്ങൾ 10-21 ലക്ഷത്തോളം ആൾക്കാർ നേരിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞ 10-35 വർഷമായിട്ട് കേട്ടപ്പോൾ പൊതുജനത്തിൻ്റെ ആധ്യാത്മിക ആശങ്കകളെക്കുറിച്ച് എനിക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ബേസിക് ആശങ്ക എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ. അപ്പം ഞാൻ പഠിക്കേണ്ട കാലത്ത് ഒരു കുഞ്ഞമ്മ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അവർക്ക് 4 മക്കളുണ്ട്. അവരിങ്ങനെ ഈ പണ്ടത്തെ രീതി അനുസരിച്ച് തലയിൽ കൂടി ഒരു വളയം പോലെ ഇട്ടിട്ട് ഈ നൂലിങ്ങനെ നൂറ്റ് വലയ്ക്ക് കെട്ടാൻ കൊടുത്ത് ജീവിക്കുന്ന സാധാരണ ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അമ്മച്ചിയുടെ വിഷയങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ കയറി പിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് പറയും. ഞാൻ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കും, നാട്ടുകാർ അയൽവാസികളെ. അപ്പോൾ അവർ പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുഞ്ഞുമ്മ ചേച്ചി പ്രാവശ്യം അവരുടെ പ്രാർത്ഥനകൾക്ക് ഒന്നും ഉത്തരം കിട്ടത്തില്ല. കുഞ്ഞുമ്മ ചേച്ചി പറയുവേ, ലോകത്ത് മുഴുവനും മനുഷ്യരല്ലേ, ഇതെല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുക. അതാണ് പ്രശ്നം. ഇപ്പോൾ മനുഷ്യന്മാരിങ്ങനെ ദൈവത്തിന് മനുഷ്യന്മാർ കേൾക്കുന്ന പോലെ ലോകം മുഴുവൻ മനുഷ്യരല്ലേ, അവിടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുമോ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രാദേശിക ജ്ഞാനമാണത്. അത് പക്ഷേ അങ്ങനെയുള്ള ജ്ഞാനമുള്ള ഒത്തിരി പേരുണ്ട്. നമ്മുടെ വിഷയം മാത്രമല്ല ദൈവത്തിന്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ അവരുടെ ഒരു ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് അവരുടെ പ്രെയറിൽ ലോഞ്ച് ചെയ്യണത്. അപ്പോൾ അത്രയും തന്നെ ആ പ്രെയറിന് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ ഗുമളമുള്ളത് കാരണം അത് വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കോമൺ പീപ്പിൾ ആയാലും ശരി, കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പീപ്പിൾ ആയാലും ശരി, ഉടമ്പടിയുടെ ക്ലാസ്സുകൾ കേട്ട് ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നൊരു സത്യമുണ്ട്, ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ പ്രെയറാണ്. ഒരു ആധ്യാത്മിക ശാസ്ത്രം, ബൈബിൾ ശാസ്ത്രം ഉണ്ടല്ല, ബൈബിൾ ശാസ്ത്രം അനുസരിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. ഈ കവനൻ്റെ കൂടെ വന്നിരിക്കുന്ന കവനൻ്റ് ഇപ്പോഴുള്ളതല്ല, പണ്ടിനാലെ ദൈവം അതാത് കാലങ്ങളിൽ അപ്ഡേഷൻസ് ഉള്ള ഒരു പ്രാർത്ഥനയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കവനൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് കവനൻ്റ് അല്ലെങ്കിൽ ഇവോൾവിങ് ഒരു പരിണാമം, കവനൻ്റ് ഉടമ്പടി ദൈവശാസ്ത്രത്തിൻ്റെ പരിണാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിന് ഘട്ടം ഘട്ടമായി കാലത്തിനൊപ്പം അപ്ഗ്രഡേഷൻ സംഭവിച്ചിട്ടുള്ളതാണ് ഉടമ്പടിയിൽ. നമ്മുടെ ഈ കാലത്ത് വന്നപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് ദൈവത്തിൻ്റെ ഒരു വിഷയമായി മാറി. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രിസ്തുവിൻ്റെ വിഷയമല്ലായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ത്രിയേക ദൈവത്തിൻ്റെ പൊതുവിഷയമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മിഷനല്ല. ദ മിഷൻ ഓഫ് ജീസസ് ദൈവത്തിൻ്റെ വിഷയമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിഷയമാകുമ്പോൾ അതിൻ്റെ മുതൽ മുടക്കെല്ലാം ദൈവമാണ്.
മുതൽ മുടക്കാൻ വേണ്ടി ദൈവം അറ്റം വരെ തയ്യാറാണ്. അതാണ് തൻ്റെ ഏകജാതനെ നൽകാൻ. ആ മുതലിന് ആ ഒരു പദ്ധതിക്ക് വേണ്ടി അവസാനത്തെ എക്സ്പെൻഡിച്ചർ തൻ്റെ ഏകജാതിനെ 3:16 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം ആരാധന. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനെ മുഴുവനായിട്ട് വരെ നൽകാൻ അതിൻ്റെ ക്യാപിറ്റൽ അതാണ്. രക്ഷാകര പദ്ധതിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകജാതനെ മുഴുവനും കൂടി നൽകിയ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടി വന്നപ്പോൾ അതിന് പോലും ദൈവം ചെലവഴിച്ചതാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ചെലവഴിക്കൽ നിന്നാണ് ക്രിസ്തുശാസ്ത്രം രൂപപ്പെട്ട് വരണത്. പ്രായോഗിക ജീവിതബന്ധിയായ ക്രിസ്തുശാസ്ത്രം. ഇപ്പോൾ ഒരു അക്കാഡമിക് ക്രിസ്തുശാസ്ത്രമുണ്ട്, പക്ഷെ ഒരു ജീവിതബന്ധി കാലബന്ധിയായ ഒരു ക്രിസ്തുശാസ്ത്രമുണ്ട്. അപ്പോൾ ഈ 3:16 ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പിന്നീട് പൗലോസ് പറയും നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അവിടെ അതിൻ്റെ ഒത്തിരി വാക്കുകൾ ദൈവത്തിൻ്റെ തനത് മൈൻഡ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ റോമ 8:32 യോഹന്നാൻ 3:16 തമ്മിൽ ലിങ്ക് ആയിരിക്കണം. എന്താണ് 3:16 എന്താ പറയണത്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം നമ്മളെ ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ദാനമായിരിക്കണം മനസ്സിലാക്കണം. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്, പിന്നെന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമല്ലോ അല്ലേ? നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ്. പക്ഷേ നമ്മുടെ കഴിവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു കാലത്തും പൊരുത്തപ്പെടത്തില്ല. എന്താ കാര്യം? നമ്മളുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളി നമ്മുടെ കഴിവിനേക്കാൾ എപ്പോഴും മുകളിലായിരിക്കും. അതെപ്പോഴും അങ്ങനെയുണ്ട്. ലൈഫ് സെറ്റിൽ ചെയ്തിരിക്കുന്നതും ലൈഫ് ഇവോൾവ് ചെയ്തിരിക്കുന്നതും ജീവിതം ആയിത്തീർന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിവിനേക്കാളും ഉപരിയായിരിക്കും നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം. കഴിഞ്ഞ ദിവസത്തിൽ മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യം എന്താ അറിയാമോ? മജിസ്ട്രേറ്റ് വക്കീലാണ്, പ്രാക്ടീസിങ് വക്കീലാണ്. ഈ ബാരിസ്റ്ററെ ശരിക്കും അവർക്ക് ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റിൻ്റെ എക്സാം വന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ എക്സാം ശരിക്കും വളരെ പാടുള്ളതാണ്. അവർ പറഞ്ഞ സങ്കീർണമാണ്. പല സെക്ഷൻസ് ഉണ്ട്. ആ പരീക്ഷകളെല്ലാം എഴുതിയിട്ടാണ് പിന്നീട് അവർ മജിസ്ട്രേറ്റായിട്ട് അവർ ജയിച്ചാൽ മാത്രമേ മജിസ്ട്രേറ്റിലേക്ക് പിന്നെ അവർക്ക് പരിശീലനത്തിന് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്താ പ്രശ്നം? ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺഫിഡൻസ് ആണ് ഫസ്റ്റായിട്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ആദ്യത്തെ ബോംബിംഗ് ഏരിയ എന്ന് പറയണത്, അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റ് പൊസിഷൻ. ഇപ്പം മിലിറ്ററി പൊസിഷൻ എന്ന് പറയത്തില്ലേ? ബോംബ് ചെയ്യുന്ന വിമാനങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടാകും.
ഇപ്പം നമ്മൾ ദൈവദർശനം വരുമ്പോൾ ഈ പൊസിഷൻ ടാർഗറ്റഡായിട്ട് വരുന്നത് എപ്പോഴും കോൺഫിഡൻസാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് നിങ്ങൾ. പക്ഷെ ആ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അതിജീവനത്തിന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വെല്ലുവിളിയെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് പൊളിച്ച് പണിയേണ്ടി വരും. ഇപ്പോൾ തന്നെ ഈ റോഡ് ചെയ്യണവർ ഇപ്പം നല്ല റോഡിൽ വണ്ടി പോകുന്നുണ്ട്, പക്ഷേ റോഡ് അവർ പൊളിക്കുകയാണ്. മൊത്തം പൊളിച്ചിട്ട് അതെല്ലാം വീണ്ടും അതെല്ലാം പൊടിച്ച് റീകോൺക്രീറ്റ് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർക്ക് ഗ്യാരണ്ടി ഉണ്ട്, അടുത്ത ഒരു 50 കൊല്ലത്തേക്ക് തലമുറകളെ കോടിക്കണക്കിന് വാഹനം ഓടേണ്ടതാണ്. അതനുസരിച്ച് ഈ റോഡ് അതിന് പറ്റത്തില്ല, അതുകൊണ്ട് അവർ പൊളിക്കുകയാണ്. ദൈവം ചെയ്യേണ്ടത് ഏതാണ്ട് ഇതേ പരിപാടിയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ആദ്യം പൊളിക്കും. കോൺഫിഡൻസിൻ്റെ ഓരോ ഏജൻറ്റ് നോക്കിയാൽ മതി, പണി വരാൻ പോണത് എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മുടെ ആരോഗ്യമായിരിക്കും. പരമാവധി പണി ആദ്യം കിട്ടാൻ സാധ്യതയുള്ളത് ബോഡിയിലാണ്. ബോഡി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനാപരമാക്കുകയാണ്. പിന്നെ കിട്ടാൻ പോകുന്നത്, പിന്നെ ബോംബ് വീഴാൻ സാധ്യതയുള്ളത് കോമ്പറ്റീഷനിലാണ് വരണത്. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ റാങ്കാകാം. സ്കൂളിൽ റാങ്കായി കഴിയുമ്പോൾ ടീച്ചർമാർ പറയും നിങ്ങൾ സ്കൂളിൻ്റെ അഭിമാനമാണോ ആന കൂന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മാലയൊക്കെ ഇതിട്ട് ബൊക്കൊക്കെ തന്ന് വിടും. കോളേജ് ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാ വിഷയത്തിലും പൊട്ടിപ്പോകും. എന്താ കാര്യം? സ്കൂളിൽ നിങ്ങൾ കിങ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ. ഈ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് കോളേജിൽ നിങ്ങൾ പഠിക്കാതിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യും. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ, ഞാൻ പഠിച്ചില്ലേലും ജയിക്കും, പഠിക്കണ പിള്ളേർക്ക് വീട്ടിൽ ഇരുന്നാലും മതി, കോളേജിൽ പോകേണ്ട കാര്യമില്ല, ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് നടക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ കോൺഫിഡൻസാണ് ആധ്യാത്മികമായ ഉഴപ്പുണ്ടാക്കുന്നത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിന്ന് ആധ്യാത്മികമായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ആദ്യം ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസിലാണ്. കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലർക്ക് തറവാടിത്തമാണ്. എന്താണ് അതായത് ഇപ്പോൾ ഒരു ജോലിയുണ്ട്, ജോലി വന്നിട്ടുണ്ട്, അത് ഇതിലാണ് വന്നിരിക്കുന്നത്, ട്രാൻസ്പോർട്ട് ബസ് കണ്ടക്ടറാകാനുള്ള ജോലിയാണ്. അപ്പോൾ ഇവരെ പെറ്റ് വീണ കാര്യത്തിൽ തന്നെ IAS എടുപ്പിച്ചിട്ടാണ് മാതാപിതാക്കന്മാർ വളർത്തുന്നത്. എൻ്റെ മകൾ വളർന്ന് കളക്ടറാകുമെന്നും പറഞ്ഞല്ലേ, പേരിടുമ്പോൾ തന്നെ അവൾ കളക്ടറാകും. ഈ കുഞ്ഞ് ഞാൻ കളക്ടറാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന അവസാനം ഒരു വണ്ടിക്കും കയറി പോകത്തില്ല. വന്ന വണ്ടി പോകും, ഞാൻ കളക്ടറിൻ്റെ വണ്ടി വരാതിരിക്കില്ല, കളക്ടറിൻ്റെ വണ്ടി വരാൻ. അവസാനം തെണ്ടിപ്പെറുക്കി പട്ടിണിയായി കയറി നാറി കഴിയുമ്പോഴാണ് വല്ല വണ്ടിയും കയറി പോയാൽ മതി, അപ്പോൾ കാലം കഴിഞ്ഞു പോകും. ഇങ്ങനെ എന്തോ അടിച്ചേൽപ്പിച്ച ആത്മവിശ്വാസങ്ങളുണ്ട് ആൾക്കാർക്ക്. ആരോ അടിച്ചേൽപ്പിച്ച വിശ്വാസം. നീ കളക്ടർ വരെ കുന്തമില്ല, നിൻ്റെ കഴിവനുസരിച്ച് നീ അധ്വാനിക്കുക, ബാക്കി ദൈവം ക്രമീകരിക്കും. മനസ്സിലായ? എനിക്ക് ആഗ്രഹത്തിൻ്റെ അടിമയാകരുത്, ആഗ്രഹത്തിൻ്റെ യജമാനനാകണം. മനസ്സിലായില്ലേ? ആഗ്രഹത്തിൻ്റെ അടിമയായിട്ട് നീ ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ 12 പ്രാവശ്യമൊക്കെ OIT എഴുതുമ്പോൾ പറഞ്ഞു എൻ്റെ മകളെ 12 പ്രാവശ്യമായി. ആരോ പറഞ്ഞ് നിൻ്റെ തലയെ കയറ്റിയതാണ്, നീയും കെട്ടിയനും കൂടി കാനഡയിൽ താമസിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ സ്വപ്നം കൊണ്ട് നടക്കുകയാണ്. ശരിക്കും ഞാനിതിനൊന്നും എതിർക്കണില്ല. പക്ഷേ യാഥാർത്ഥ്യ ബോധം എന്ന് പറയണത് ഇറ്റ് ഈസ് നോട്ട് കോമൺ. അതൊരു കോമൺ സെൻസാണ് വേണ്ടത്. കോമൺ സെൻസ് ഒന്നും ഇപ്പോൾ കോമൺ അല്ലല്ലെന്നല്ലേ പറയണത്. യാഥാർത്ഥ്യ ബോധം, ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യ ബോധം കുറവുള്ളത് പെൺപിള്ളേർക്കാണ്. ഞാൻ ഇത്രയും നാൾ വന്നിട്ടുള്ള യാത്രയിൽ എനിക്ക് മനസ്സിലാക്കി ഏറ്റവും കുറവ് യാഥാർത്ഥ്യ ബോധമുള്ളത് പെൺപിള്ളേർക്കാണ്. അവർ ഒന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല, അവർക്ക് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രഡേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങളെ ഒരു സാമാന്യ ബുദ്ധി ഈ വിഷയത്തിൽ കാണിക്കണം. കലിബർ കടന്നു വന്നിട്ടുള്ള മാർഗങ്ങൾ, അല്ലാതെ ഓരോരുത്തരും പോയി അവരെപ്പോലെ ആകാൻ വേണ്ടി തവള ആനയെപ്പോലെ വീർപ്പിക്കാൻ നിൽക്കരുത്. കാര്യം തവള വീർത്താലും ആന വീർത്താലും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ചത്ത് പിരിഞ്ഞ് മണ്ണോടായി തീരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉറപ്പ് വരുത്തേണ്ട ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താണ്? ദൈവം. നിന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നീ ഉറപ്പ് വരുത്തേണ്ടത്. ഇപ്പം നീ എന്താ ചെയ്യണമെന്നറിയാവോ?
നീ ആദ്യം ഉറപ്പ് വരുത്തണത് നിൻ്റെ ലക്ഷ്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് ദൈവത്തെ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായോ? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് എന്തിനാണ്? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് നിൻ്റെ ലക്ഷ്യങ്ങളല്ല. ആർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതിൻ്റെ അടിമയായിട്ട് ജീവിച്ച വല്ല കാര്യമുണ്ടോ? അതിൻ്റെ യജമാനനായിരിക്കണം. ആ യജമാനനാകുമ്പോൾ എങ്ങനെയാകണത്? ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് ഞാൻ പോകും. കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കണം. കർത്താവേ, എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണം, നീ എനിക്ക് തന്നൊരു മാന്യതയിൽ ഇവിടെ ജീവിക്കണം. മാന്യമായ ജീവിതം അത് നമുക്ക് ദൈവത്തോട് ന്യായമായിട്ട് ചോദിക്കാവുന്ന കാര്യമാണ്. എന്താണ് മാന്യമായ ജീവിതം? മാന്യതയെന്ന് പറഞ്ഞ സമയത്ത് ബൈബിൾ ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കുന്ന വാക്കാണ്. അവയവങ്ങൾക്ക് പോലും മാന്യതയെന്നൊക്കെ പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, മാന്യമായ ജീവിതം, എനിക്കൊരു മാന്യമായ ജീവിതം തരണം. അല്ലാതെ നീ എന്ത് ചെയ്യണം? ദൈവത്തിന് ഒരു സംഭവം ഇട്ടിട്ട് വരച്ച് അമ്മ ടിക്ക് കർത്താവ്, അമ്മ ടിക്ക് കർത്താവ്, അമ്മ ടിക്ക് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി നിനക്ക് ന്യായമായി ചോദിക്കാവുന്ന എന്താണ്? മാന്യമായ ജീവിതം. അത് ചോദിക്കാം. അത് കർത്താവായിട്ട് കിട്ടിയിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അതിന് പ്രൊവിഷനുണ്ട്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവണ്ണം മാന്യതയുള്ളത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് മാന്യമായ ജീവിതം നമുക്ക് അവകാശമായിരിക്കുന്നത്. അത് നമ്മുടെ അവകാശമാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു കുഴിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ്? കുഴിയാന സാധനമില്ലേ, കണ്ടിട്ടുണ്ടോ? അപ്പം അത് പോകുമ്പോൾ അതിനെ ഉറുമ്പിട്ട് കൊടുക്കുമ്പോൾ അതുടനെ അതിനെ അടിച്ച് മണ്ണ് തെറിപ്പിച്ചിട്ട് അതിനെ അടിക്കും. അതിന് കുഴിയിലാണ് താമസിക്കണത്, അല്ലേ? കുഞ്ഞു കുഴിയിലാണ് താമസിക്കുന്നത്. പക്ഷേ ആന താമസിക്കുന്നത് എവിടെയാണ്? കൊട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ കുഴിയും കൊട്ടിലും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പം ആനക്കൊരു മാന്യതയുണ്ട്. അതുകൊണ്ടാണ് കൊട്ടിൽ വരണത്. കുഴിയാനക്കയുടെ മാന്യതേനെ കുഴിയിൽ താമസിക്കണം. ഇതുപോലെ തന്നെയാണ് വല്ല പാമ്പ്, അതുപോലെ തന്നെ ഉള്ള ജീവികളൊക്കെ ചിലതൊക്കെ അളയെ താമസിക്കും. ഇപ്പം മനുഷ്യൻ താമസിക്കുന്ന ആടാണെങ്കിൽ അളയിലല്ല, ആലയിലാണ് താമസിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം കണ്ട? ആടിന് ആല, അതുപോലെ തന്നെ ആനയ്ക്ക് കൊട്ടിൽ, രാജാവാണെങ്കിൽ കൊട്ടാരത്തിൽ താമസിക്കും. മാന്യത മാറി. ഇതുപോലെ മനുഷ്യൻ എന്തുകൊണ്ടാണ് വീട്ടിൽ താമസിക്കുന്നത്? മനുഷ്യൻ്റെ വീടാണ്, ഭവനം. ഒത്തിരിയേറെ ആന്തരികമായ അർത്ഥങ്ങളുള്ളതാണ് ഭവനം. അവിടെ എന്തുകൊണ്ടാണ് താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്. അതാണ് മാന്യത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ദൈവം നമ്മുടെ മാന്യത ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ അവകാശങ്ങളും ഫിക്സ് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ അവകാശങ്ങളും, ഈ ജീവിതത്തിനും വരാൻ പോണ ജീവിതത്തിനും വേണ്ടിയുള്ള എല്ലാ റൈറ്റുകളും കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചെന്ന് പറയുമ്പോഴേ ദൈവം മനുഷ്യനെ അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാന്യത മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവൻ ആർജിക്കാൻ ദൈവം അവനെ അതുപോലെ മാന്യത സുരക്ഷയാണ്. ആദ്യമേ തന്നെ ഒരു ജനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ മാന്യതയുടെ സുരക്ഷയാണ്. നമുക്ക് പട്ടിണി കിടന്നാൽ സർക്കാരിനെതിരെ കേസ് കൊടുക്കാം നമുക്ക്. അതാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഇപ്പം നമ്മൾ ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ നമ്മളൊരു മറ്റു തരത്തിലുള്ള കുറേ പോളിസീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദൈവം ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് ഒറ്റ പോളിസിയിലാക്കി. എന്താണ്? മനുഷ്യൻ അവനെ തൻ്റെ സൃഷ്ടിച്ചു. അപ്പോൾ മാന്യമായി ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ദൈവത്തിൻ്റെ പൈതൽ. അപ്പോൾ ദൈവ പൈതലാണ് ഞാനെന്നുള്ളതാണ് ഏറ്റവും വലിയ ബോധമുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഒരു വിശ്വാസം നമുക്ക് തരുന്ന ഒരു ബോധമുണ്ട്. ആത്മീയ ബോധം എന്നുകൊണ്ട് ദൈവ പൈതലാണെന്നാണ്. അപ്പോൾ ദൈവ പൈതലാകുമ്പോൾ ദൈവ പൈതലല്ലാതെ പോകുന്ന ഇപ്പോൾ രാധമ്മയുടെ സാക്ഷ്യം എന്താണ്? രാധമ്മയുടെ സാക്ഷ്യം, രാധമ്മയുടെ ഒന്നാമത്തെ അനുഭവം എന്താണ്? അവരുടെ മകൻ ഭയങ്കര പണ്ടാര വെള്ളവടിയാണ്. എന്നിട്ട് വീട്ടിൽ കാശും കൊടുക്കത്തില്ല, കുടുംബം നോക്കത്തില്ല. രാധമ്മ തന്നെ വീട്ടുവരക്ക് പോയിട്ടാണ് മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പോറ്റേണ്ടത്. വാട്ട് എ പത്തറ്റിക് കണ്ടീഷൻ. കണ്ടില്ലേ? ദിസ് ഇസ് ലൈഫ്. ഇവരെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ക്രിമിനലിനെ നീ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പുതിയ കാലത്ത്. അതേസമയം തന്നെ ഇതിൻ്റെയൊക്കെ എല്ലാം
നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സിസ്റ്റത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം സങ്കടക്കാർ വരുമ്പോഴേ, ഇപ്പം ഞാൻ ചിലർ പറയും 65 വയസ്സെന്ന് പറയും നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കത്തില്ല. ചില 65 വയസ്സുകാർ എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയും, അച്ഛന്മാരത്തും പറയും, എന്താ ഞങ്ങളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്തത്, ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. എന്നോട് വന്ന് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ ചേച്ചമ്മേ നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾക്ക് 67 വയസ്സുണ്ട്, നിങ്ങൾ നേരെ വന്ന് വെടിപ്പായിട്ട് മാതാവിൻ്റെ കണ്ണിട്ട് നോക്കിയിട്ട് കറഞ്ഞിട്ട് കാര്യം വന്നിട്ട് പോകും. നിങ്ങളെ ഇത്രയും ഉടമ്പടി പോലെ ആപതും ആരോഗ്യമൊക്കെ ഉള്ളവരാണ് ഉടമ്പടി എടുക്കുന്നത്. അത് എടുത്തിട്ട് ഉഴപ്പി പിന്നെയും വന്ന് പണി മേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ളത് അമ്മ വിളമ്പി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അത് നോക്കുകയില്ലേ ഉള്ള മാതാവിൻ്റെ മുഖത്തിട്ട്. വിശ്വാസത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ റെസ്പോണ്ടൻ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഉടമ്പടി എടുക്കാൻ കഴിവുള്ളവൻ മാതാവിനെ നോക്കി പഠിപ്പിച്ചാൽ മാതാവ് ചിലപ്പോൾ ഇവിടുന്ന് ഒറ്റ നടക്ക് പോയില്ലെന്ന് വരും. കാര്യം അത് കാപട്യമാണ്. കഴിഞ്ഞ മീൻ പിടിക്കാനാണ്. നമുക്ക് മലയാളിക്ക് പണ്ട് മുതലേ രക്തത്തിലുള്ള കുറേ സാധനമുണ്ട്. എന്താണ്? കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതിനെ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് ആദ്യം എന്തൊക്കെ മലയാളികളുടെ പഴഞ്ചൊല്ല് നോക്കിയാൽ മതി. 2000 കൊല്ലമായിട്ട് ഈ വസ്തു എങ്ങനെ ജീവിച്ചെന്ന് മനസ്സിലാകും. എംബ്രാൻ്റെ വെട്ടത്ത് വാര്യയുടെ അത്താഴം. വാര്യയുടെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? വാര്യർ ഒരിക്കലും എണ്ണ കൊണ്ട് കാശ് മുടക്കി വിളക്ക് കത്തിക്കത്തില്ല. എംബ്രാൻ്റെ പടിപ്പുരയിൽ രാജാവ് അല്ലെങ്കിൽ നാട്ടുപ്രമാണി അല്ലെങ്കിൽ കരപ്രമാണി അല്ലെങ്കിൽ ഊരാളിയുടെ പടിപ്പുരയ്ക്ക് വിളക്ക് വെക്കാൻ രാജാവ് അനുവാദം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പടിപ്പുര വിളക്ക് വെക്കാൻ പറ്റത്തില്ല. തിരുവിതാംകൂറിലും കൊച്ചിയിലും പടിപ്പുര വിളക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഭണ്ഡാരത്തിൽ കൊണ്ട് പണം അടക്കണം. ഭണ്ഡാരത്തിൽ പണം അടക്കാൻ കഴിവില്ലാത്തവന് വിളക്ക് വെക്കാൻ അനുവദിക്കത്തില്ല. ഭാര്യർ ഭണ്ഡാരത്തിൽ പണം അടക്കാൻ ഭാര്യന് കാശില്ല. അപ്പോൾ ഊരാളെങ്കിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ വിളക്ക് പടിപ്പുര തെക്കുമ്പോൾ വീട്ടിൽ അത്താഴം എടുത്തുകൊണ്ട് ഭാര്യർ ഊരാളെങ്കിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് അവിടെ വെട്ടത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും. അത് ഭാര്യർ പോകും. അതാണ് എംബ്രാൻ്റെ വെട്ടത്ത് ഭാര്യയുടെ അത്താഴം. ചിലർ പറയും കൈ നനയാതെ മീൻ പിടിക്കുക. അതാണ് സംഭവം. എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ആ മീൻ പിടി, ഈ മീൻ പിടി കിടക്കുന്നതിനെ നിൽക്കും, മറ്റവൻ കഴുത്തപ്പം വെള്ളത്തിൽ കിടക്കും. അതാണ് കൈ നനയാതെ മീൻ പിടിക്കുക. പിന്നെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ മലയാളിയുടെ ബേസിക് മെറ്റീരിയൽ നേച്ചറിലുള്ളതാണ്. ഇതിന് ആധ്യാത്മികതയിൽ ബൈബിള് ഇതിന് നല്ലവണ്ണം ചികിത്സിക്കും ഈ രോഗത്തിനെ. അതേപോലെ ദ്രവീഡീയമായ ഒരു ദ്രാവിഡരുടെ ഇടയിൽ കാണുന്ന ഒരു രോഗമാണത്. കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, പപ്പായെ കൊണ്ട് ഉടമ്പടിപ്പിക്കുക. അതാണ് സാധനം. പപ്പായെ കൊണ്ട് ഉടമ്പടിപ്പിക്കുക. ഇപ്പം ഈ മൈസ്ട്രേറ്റ് അങ്ങനെ ഒരാളാണ്. മൈസ്ട്രേറ്റിൻ്റെ സാക്ഷ്യം തരുമ്പോൾ ആദ്യം ഇവർ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഉടമ്പടി എടുക്കത്തില്ല. ആരാ ഉടമ്പടി എടുക്കണത്? അമ്മയെ കൊണ്ട് ഉടമ്പടി എടുക്കണത്. പക്ഷേ ഇവിടെ അത് ഏക്കത്തില്ല, ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം മലയാളിയുടെ 2000 കൊല്ലത്തെ മനസ്സുമൊക്കെ അമ്മയ്ക്ക് അറിയാവുന്ന കാരണം അമ്മ പറയും ഓടരുത് അമ്മാവ ആളറിയുന്ന സംഭവം. അതുകൊണ്ട് മൈസേഡൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പക്ഷെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഇത്തിരി വില നിലയുള്ള ആളാണ്. കാര്യം അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആളാണ്. അപ്പോൾ മൈസേഡന് പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് ടാനിയ പറയും, അമ്മേ ഞാൻ പരീക്ഷയ്ക്ക് പോകണില്ല, കാര്യം എനിക്ക് നല്ല മൈഗ്രെയിനാണ്, തല പൊട്ടാണ്, തല പൊടിയാണ്, എൻ്റെ ബോധം പോകണമെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, നീ പരീക്ഷയ്ക്ക് പോകും മകളെ, എന്താ കാര്യം? ഞാൻ കൃപാസനത്തിൻ്റെ ഒരു കാശിരുവ നിനക്ക് തരാം, നീ നെറ്റിക്കൊട്ടിച്ച് വെക്ക്, 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, മാതാവ് നിൻ്റെ തലവേദന എടുത്ത് മാറ്റും, നീ പരീക്ഷയ്ക്ക് പോകുന്നു. അപ്പോൾ ഇവൾ കിടക്കുകയാണ്, ഇങ്ങനെ ഉരുണ്ട് വട്ടത്തിൽ കിടക്കുകയാണ്, തലപെരുത്ത് വേദനയായിട്ട് കിടക്കുകയാണ്, ഒന്നും ഓർക്കണില്ല, കണ്ണ് കാണാൻ പാടില്ല, തലവേദന എടുത്തിട്ടേ കണ്ണ് കാണാൻ പാടില്ല, ഒന്നും അക്ഷരം നോക്കിയിട്ട് തെളിഞ്ഞ് വരണില്ല, എല്ലാം ഇങ്ങനെ ബ്ലറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൾ എന്ത് അഡ്വക്കേറ്റ് ആയാലും അമ്മമാർക്ക് ഒരു കഴിവില്ലേ, എത്ര വലിയ ആൾക്കാരായാലും അമ്മ എപ്പോഴും അമ്മമാർ, ഞാൻ പറഞ്ഞ ഒന്നെങ്കിലും നിങ്ങളെ പ്രസവിക്കാൻ പോകരുത്, അതൊരു ദൈവികമായ ഏർപ്പാടാണ്. പ്രസവിക്കാൻ പോയാൽ നിങ്ങൾ ഉടനെ അമ്മയാകും. അമ്മയായാൽ നെക്സ്റ്റ് ഗോഡാണ്, ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അമ്മ എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അപ്പം ഒപ്പിടും. എന്താ കാര്യം? അവർക്ക് കൊച്ചിനെ കൊടുത്തപ്പോൾ തന്നെ കൊച്ചിനെ ജീവിപ്പിക്കാനുള്ള അധികാരവും അവകാശവും അവർക്ക് ദൈവം എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ അമ്മയായിട്ട് ജീവിക്കണം. അല്ല വയറ്റിട്ട് അതിനെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം, നീ അമ്മയല്ല, കൊലപാതകയാണ്, 2 കുഞ്ഞുങ്ങളെ കൊന്ന ആളാണ്,
ഈ അഭ്യാസം കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്, പഴയകാലം ഓർക്കണം. അതിനാണ് ഉടമ്പടിയിൽ അനുതാപം വെച്ചിരിക്കുന്നത്. അബദ്ധവശ ദൈവത്തെ അറിയാത്ത കാലങ്ങളിലുള്ള കാര്യങ്ങളെ ദൈവം റൈറ്റ് ഓഫ് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ബൈബിളിലേക്ക് ഒള്ളുകെട്ടാ ഇത്. അജ്ഞതയുടെ കാലഘട്ടത്തെ 17:30 എടുത്ത് നടപടി പുസ്തകം 17:30. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. ആ, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ഒന്ന് പറഞ്ഞ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇതൊരു അപേക്ഷ അഭ്യർത്ഥനയുമല്ല. എന്താ പിന്നെ എന്താണ്? ഇതൊരു കൽപ്പനയാണ്. യു ഷുഡ് ആക്ട് അക്കോർഡിംഗ് ടു ബൈ നോ മീൻസ്. എന്തിനാ കൽപ്പന കൊടുക്കണതിൻ്റെ കാരണം എന്താണ്? എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കൽപ്പനകളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ശാസനയല്ല ഉള്ളത്, മറിച്ച് കരുണയാണുള്ളത്. എന്താ കാര്യം? എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും. ടേക്ക് ദി ബെഡ് കൂടെ. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അപ്പോൾ ഇത് അതായത് ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും രക്ഷപ്പെടാനും സത്യമാർഗം സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ കൽപ്പന ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൽപ്പനയുടെ അകത്തെല്ലാം രക്ഷയെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ല നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നു, അല്ലെ വ്യഭിചാരം ചെയ്യുന്നില്ല, അല്ലെ കള്ളസാക്ഷ്യം പറയുന്നില്ല, അല്ലെ കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നു, അതിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ല. അതിനകത്തുള്ള ദൈവിക ലക്ഷ്യം എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതാണ് വിഷയം. എല്ലാവരും. അപ്പോൾ കൽപ്പന ആർക്ക് വേണ്ടിയുള്ളതാണ്? ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതാണ് വിഷയം. അതാ 1 തിമോത്തി 2:4 പറയണത് എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും. കർത്താവിൻ്റെ വചനങ്ങളിലെ വിശ്വസിച്ച് ജീവിച്ച് കഴിയുമ്പോൾ എന്താണ്? നിത്യതയിലേക്കുള്ള മാർഗം ഉറപ്പുവരുത്തും. ഇപ്പോൾ എല്ലാവരും ഉടമ്പിക്കാരെ എല്ലാവരും എന്താണ് സംസാരിക്കണത്? നിത്യതയെക്കുറിച്ചാണ് സംസാരിക്കണത്. അല്ലാതെ അവർ IELTS എന്നൊക്കെ പറയും, പറമ്പ് വിറ്റെന്ന് പറയും, ജട്ടി നടപടി ഒഴിവായെന്ന് പറയും, ജോലി കിട്ടിയെന്ന് പറയും. ഇപ്പം മിഥുൻ്റെ കാര്യം തന്നെ, ഒരു മിഥുൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസം. മിഥുൻ്റെ സാക്ഷ്യം, മിഥുൻ്റെ ഒരു വിഷയം. നിങ്ങളെപ്പോലെ തന്നെ മിഥു ഇവിടെ വന്ന് മിഥു അപ്പൻ ഉടമ്പടി എടുത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക, എബ്രാൻ്റെ വെട്ടത്ത് വാരത്താഴ്, അപ്പനെ കൊണ്ട് ഉടമ്പിടിപ്പിച്ചിട്ട് അവൻ കാറിലിരുന്നെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ കുറച്ച് ബോറടിച്ച് വിളിക്കുക. ഇവിടുത്തെ ഈ മൊത്തക്കൊടയും അതുപോലെ തന്നെ പ്രദക്ഷിണവും ഇവിടുത്തെ പ്രാർത്ഥനയും സാക്ഷിയൊക്കെ കേട്ടിട്ട് പുള്ളി ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം. ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെയാണ്, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്, നമുക്ക് പറ്റത്തില്ല, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന്. അപ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് പോയി കാറിലിരുന്നിട്ട് അവൻ സിനിമ കണ്ട്. പോരെ, ഉടമ്പടി കാണാൻ അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിക്കാൻ വന്നവൻ സിനിമ കണ്ട്. എന്താ കാര്യം? അവന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, അപ്പന് വരെ തീറ്റി കൊടുക്കുന്നത് അവനാണെന്ന്. അവൻ്റെ പ്രശ്നം തന്നെ. മിഥുൻ്റെ പ്രശ്നം എന്താണ്? മിഥു എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് ഇതെല്ലാം നോക്കിയിരുന്നിട്ട് നേരെ കാറിൽ പോയിരുന്ന് TV കണ്ട എന്താണ്? അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം ഭക്ഷണം കൊടുക്കുന്ന ആരാണ്? തൻ്റെ ജോലി കൊണ്ടാണ്. അതാണ് പ്രശ്നം. താനാണ് അവിടെ ദൈവം. പിന്നെ മറ്റൊരു ദൈവം, ഈ മറ്റൊരു ദൈവത്തിൻ്റെ സാധ്യത കൽപ്പനയിലുള്ളതാണ്. മറ്റൊരു ദൈവം മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും. എപ്പോഴും മനുഷ്യന് ഒരു പ്രവണത ഉണ്ട്, മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള പ്രവണത.
ഞാൻ ബുദ്ധിസം പഠിക്കുന്ന ആളാണ്. ബുദ്ധിസം പഠിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി ഒരു സാറുമായിട്ട് ബുദ്ധിസത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ് ബുദ്ധനും അവസാനം എത്തിയത് താൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ല. ബുദ്ധനിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ്, റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ മരിക്കാൻ നേരത്ത് പറഞ്ഞു, എൻ്റെ ദഹിപ്പിച്ച പൊടിയെടുത്ത് നിങ്ങൾ ഒരു തൂണുണ്ടാക്കി വെക്കണം. ആ സ്തൂപം കാണുമ്പോൾ നിർവ്വാണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാവരും ആനന്ദമുണ്ടാകും. അതാണ് അല്ലയോ ആനന്ദം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അപ്പം മനുഷ്യനെ അന്വേഷിച്ച് അവസാനം എത്തണം എവിടെയാണ്? അവനാണ് ദൈവം എന്നാണ്. അതാണ് അഹംബ്രഹ്മാസി, ഞാനാണ് ദൈവം. പോരെ? മനുഷ്യന് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള ഒരു മാനുഷിക പ്രവണത എന്നും ഉണ്ടാകും. ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ കൽപ്പന ഇറക്കിയിരിക്കുന്നത്. കാര്യം എന്താണ്? നീ തന്നെ ദൈവമാണെങ്കിൽ പിന്നെ യാത്ര അവസാനിപ്പിക്കാവില്ല, നിത്യത അവസാനിപ്പിക്കാവില്ല. നിത്യതയെ മൂടിക്കെട്ടിക്കൊണ്ട് നിന്നെ തന്നെ ദൈവമാക്കി ആത്മീയ അന്വേഷണത്തെ നിന്നിലേക്ക് തിരിച്ചുവിടും. വഴി യു ടേൺ അടുപ്പിക്കും. ബൈബിൾ യു ടേൺ അടുപ്പിക്കത്തില്ല. ബൈബിൾ പറയും നേരെ നീണ്ടു കിടക്കുകയാണ് വഴി, ദൈവത്തിലേക്ക് നടക്കാൻ പറയും. പുറപ്പാട് 23 ശ്രുതികട ഹല്ലേലൂയ. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മിഥുനിലെ ഒരു മറ്റൊരു ദൈവം രൂപപ്പെട്ട് വരികയാണ്. അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അവൻ്റെ ശമ്പളം ഇവനെ മറ്റൊരു ദൈവമായിട്ട് മാറ്റും. ദിസ് ഈസ് അവർ കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എപ്പോഴും ഒരു മിലിറ്ററി പൊസിഷനായിരിക്കും. ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലം, മിലിറ്ററി ടാർഗറ്റ് സ്ഥലമാണത്. അത് ഞാൻ ആദ്യം ടാർഗറ്റിനെ കുറിച്ച് പറഞ്ഞത്. നമ്മുടെ കോൺഫിഡൻസ് എവിടെയോ അവിടെയായിരിക്കും ബോംബ് വീഴാൻ സാധ്യത. ക്രിസ്തു എന്താ പറഞ്ഞത്? നിൻ്റെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ നിക്ഷേപം. ഇതുപോലെ തന്നെ അതിൻ്റെ പാരലൽ, അതിൻ്റെ വ്യാഖ്യാനമാണ് നിൻ്റെ ആത്മവിശ്വാസം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ആത്മനാശം. ശ്രുതികട ഹല്ലേലൂയ. ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. മഹത്വം മഹത്വം. തളരല്ലേ നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ ആരാധന ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പം എനിക്ക് ഈ ദൈവത്തിന് ആവശ്യമില്ല. വീട്ടിൽ അപ്പന് വരെ ചിലവ് കൊടുക്കുന്ന ദൈവം ഞാനാണ്. മനസ്സിലായി? അതാണ് വിഷയം. അപ്പം ഈ വേറെ ദൈവത്തെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്താ? ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇത് ജഡിക മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക ജൈവ പ്രവണതയാണ്. ഈ ആത്മവിശ്വാസം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാം. വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണത് തന്നെയല്ല, അത് ചില സമയത്ത് നീ തന്നെയായിരിക്കും ആ ദൈവം, അല്ലെങ്കിൽ നിൻ്റെ പ്രൊഫസറായിരിക്കും നിൻ്റെ ദൈവം. കാര്യം ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും ആരാധന വാസന ഉള്ളതാണ്. ആരാധന വാസന, ഈ ആരാധന വാസന ദൈവം മനുഷ്യരിൽ വെച്ച് കൊടുത്തിരിക്കണത് എന്തുകൊണ്ടാണ്? അതൊരു ആരാധന വാസന ഒരു ജന്മവാസനയാണ്. വാസനയല്ലേ, അത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ? ആരാധന വാസനയാണ്, ഇൻസ്റ്റിങ്ക്റ്റാണ്. ഇപ്പം ഇപ്പോൾ ഇവിടെ ഒരു പുഴയാണ്. നമ്മൾ 1 കിലോമീറ്റർ അകലെ ഒരു പുഴയുമില്ല, അവിടെയെങ്കിലും വെള്ളവുമില്ല. ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് തിരിച്ച് വെച്ച് നോക്കിയേ, അത് അപ്പം തന്നെ പടിഞ്ഞോട്ട് തിരിഞ്ഞിട്ട് ഈ പുഴയിലേക്ക് നടക്കും. അതാണ് വാസന എന്ന് പറയണത്. ഇപ്പം ഇവിടെ ഒരു പുഴ കിടക്കുകയാണ്. കിഴക്ക് വശത്ത് നമ്മുടെ ആനയെ ഒരു കിലോമീറ്റർ അകലെ ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് നോക്കിച്ച് വെക്കും അത്. അപ്പോൾ എന്ത് ചെയ്യും? ആമ ഓട്ടോമാറ്റിക്കായിട്ട് പടിഞ്ഞോട്ട് തിരിയും. വെള്ളമുള്ള സ്ഥലത്തേക്ക് തിരിയാനുള്ള ഒരു വാസനയുണ്ട്. അപ്പോൾ ആരാധിക്കാനുള്ള വാസന വെള്ളമുള്ളിലേക്ക് തിരിയാനും ദൈവമുള്ളിടത്തേക്ക് തിരിയാനുള്ള ഒരു ദൈവവാസനയാണത്. പക്ഷേ ഈ ദൈവവാസന ഡൈവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ദൈവങ്ങൾ ഉത്ഭവിപ്പിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നിൻ്റെ കെമിസ്ട്രി പ്രൊഫസറൊക്കെ നിൻ്റെ ദൈവം,
എന്താ കാര്യം? നീ ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റിയും അവനിലുണ്ട്. നിൻ്റെ ആരാധന വാസനയുടെ വില്ലൻ നിൻ്റെ വീട്ടിലായിരിക്കും. എന്താ കാര്യം? ദൈവമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കണതിൻ്റെ അപ്പൻ എന്തെങ്കിലും വിഷയം കഴിയുമ്പോൾ പൂക്കൽ പോലെ വിറക്കണ കാണാം. അയാൾ നിനക്ക് ഹീറോ അല്ല. അതുകൊണ്ട് നിൻ്റെ മനസ്സ്, അരക്ഷിതമായ നിൻ്റെ മനസ്സ് ഒരു പ്രശ്നങ്ങളുടെ മുമ്പിൽ വിറക്കാത്ത ഒരു മനുഷ്യനെ തേടി നടക്കും, ഒരു സന്നിധാനത്തെ തേടി നടക്കും. അങ്ങനെ വരുമ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ഒരു പ്രൊഫസറിനെ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു പാർട്ടി സഖാവിനെ കണ്ടുപിടിക്കും. നീ അയാളെ ആരാധിക്കാൻ തുടങ്ങും. സത്യദൈവത്തെ നഷ്ടപ്പെടുന്ന അവിശ്വാസത്തിൻ്റെ വഴികളെക്കുറിച്ച് ഉടമ്പടിയിലുള്ളവർ ബോധവാന്മാരായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി എന്തുകൊണ്ട് ചില ആൾക്കാർക്ക് വൈകുന്നു എന്ന് വെച്ചാൽ, ആ ഉടമ്പടി അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ യോഗ്യമായിട്ടില്ല. ദാറ്റ്സ് എ പോയിന്റ്. മനസ്സിലായില്ലേ? ഉടമ്പടി, എൻ്റെ പോയിന്റ് എന്താണ്? ചിലർക്ക് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇതുവരെക്കും റേഞ്ച് ഒക്കാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, റേഞ്ച് ഒക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തല്ല നിൽക്കണത്. ദൈവം നിങ്ങളെ പതുക്കെ പതുക്കെ അമ്മയിലൂടെ അപ്പനിലൂടെയൊക്കെ കൊണ്ടുവന്ന നല്ല ജീവിത അനുഭവങ്ങളിലൂടെ, രണ്ടും ആയാണ് അപ്പ അമ്മ അനുഭവങ്ങൾ. ഈ 3 ആൾക്കാരും ദൈവത്തിൻ്റെ കൈകളാണ്. നിങ്ങൾ തള്ളി കൊണ്ടുവന്ന് റേഞ്ചുള്ള സ്ഥലത്ത് നിർത്തും. മിഥുൻ്റെ പണി പോയി. അതാണ് വിഷയം. മിഥുന് ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന മിഥുൻ പോയി വണ്ടിയായിരുന്നു, കാറിലിരുന്ന് കണ്ട സിനിമ കണ്ട കാര്യം എന്താ? അപ്പന് വരെ അവന് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, നാട്ടിൽ തന്നെ 1 ലക്ഷം രൂപ അടുത്ത് ശമ്പളം ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ പണം കൊടുക്കണ ആർക്കാണ്? ഇവർ അന്നന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമെന്ന് അപ്പം മുട്ടയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനവിടെ കിടക്കുക, വീഡിയോ കാണുക വല്ലതായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം അന്നന്ന് വേണ്ട ആഹാരം കൊടുക്കുന്ന ദൈവം അവനാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്ന് ഉറങ്ങിയതുകൊണ്ട് നേരം വിളിക്കത്തില്ല. ഇപ്പോഴീ കാലാവസ്ഥ ഇപ്പം സേഫാണ് വിചാരിച്ചുകൊണ്ട് നാളെ അത് സേഫാണെന്ന് നിർബന്ധമില്ല. ദൈവത്തെ കൂടാതെ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ, കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ദൈവത്തെ കൂട്ടിച്ചേർക്കേണ്ട ഒരു സമയം എപ്പോഴായാലും നമുക്ക് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എന്നെ കൂടാതെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. എന്നെ കൂടാതെ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇതേ പ്രശ്നം വെച്ചാൽ ഏതെങ്കിലും ഒരു നിമിഷം വരും നമ്മുടെ ജീവിതത്തിൽ, ഒരു ബ്ലാങ്ക് പീരീഡ് വരും. അപ്പോഴെന്ത് വേണം? ദൈവത്തിന് നമുക്ക് ആവശ്യമുണ്ടാകും. അതാണ് വിഷയം. ദൈവത്തിന് ഒരു വസ്തുവാണെങ്കിൽ ദൈവത്തിന് ആവശ്യം, ആ വസ്തു നമുക്കൊരു അരിവാള് നമ്മളെവിടെ വെക്കണത്? എവിടെയെങ്കിലും അലമാരിയോ അടുക്കളയുടെ അലമാരിയുടെ അടിക്കൊണ്ട് അരിവാൾ വെച്ച് വെക്കും. എന്നാൽ ഇപ്പോൾ അത് ആവശ്യമില്ല, ഇല്ലേ? ഒരു മഴയും കാറ്റും വന്ന് ഒരു പരത്തി കമ്പ് വന്ന് നമ്മുടെ അടുക്കള മുതുകത്ത് വീഴുമ്പോഴാണ് നമ്മൾ അരിവാൾ തിരക്കണത്. ഉടനെ അവിടെ അലമാരടിയിൽ പോയി നമ്മൾ അരിവാൾ എടുത്തുകൊണ്ട് വരും. തൽക്കാലം നമുക്ക് ആവശ്യമില്ല. ആവശ്യമില്ലാത്ത സ്ഥലം നമ്മൾ പാത്ത് വെക്കും. ദൈവത്തെ പാത്ത് വെക്കുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളത്. തൽക്കാലം ആവശ്യമില്ലാത്ത കാരണം പ്രാർത്ഥന മുടങ്ങും, കുർബാന മുടങ്ങും. ഇപ്പോൾ കുർബാന മുടങ്ങുന്നവരും ഇപ്പോൾ പ്രാർത്ഥന മുടങ്ങുന്നവർ ഓർക്കുക, അരിവാളെ പാത്ത് വെക്കണ പോലെ നിങ്ങൾ ദൈവത്തെ പാത്ത് വെക്കുകയാണ്. ദൈവത്തെ വസ്തുവാക്കുന്നവരാണ് തൽക്കാലത്തേക്ക് ദൈവത്തെ മാറ്റി നിർത്തുന്നത്. ഈ കൊടുത്ത പോയിന്റ് ക്ലിയർ ആയില്ലേ? വസ്തുക്കളെ നമ്മൾ മാറ്റി വെക്കും, ആവശ്യമുള്ളപ്പോൾ അത് എടുക്കത്തുള്ളൂ. നമുക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അരയൊക്കെ സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ പ്രമാണം പിടിച്ചിട്ട് നമ്മൾ നടക്കണില്ലല്ലോ, ഇല്ല. അത് ആവശ്യമുള്ളപ്പോഴും പൊക്കെ ഓരോ ചെയ്യാൻ നേരത്തേക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന സ്ഥലങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? വ്യക്തിയല്ല, വസ്തുവാണ്. നീയും നിൻ്റെ ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ, ഒരു ജീവിത ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തെ വ്യക്തിയായിട്ട് കാണുന്നില്ല, വസ്തുവായിട്ട് കാണുന്നു. വസ്തുവായിട്ട് കണ്ടാൽ ദൈവം വർക്കൗട്ടല്ല. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യമായി സ്നേഹിക്കുക. ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. സ്നേഹ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എന്നെ കൂടാതെ ഇപ്പൊ 15:5 യോഹന്നാൻ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ കരത്തിൽ, നിന്റെ യാത്രയിൽ നിത്യമായി എന്നെയും കൂട്ടു. ഞാൻ നിന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. I will come with you wherever you go. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞത് തന്നെയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഉടമ്പടിയിലുള്ള ദൈവത്തിന്റെ സ്നേഹം. കൈയടിക്കട്ടെ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. നമ്മളാരും ദൈവത്തിൻ്റെ കൈക്ക് പിടിക്കാൻ നടക്കണമെന്ന് ദൈവം പറയണില്ല. ഇപ്പം മിഥുനില്ലേ, മിഥുനെ സംബന്ധിച്ചിടത്തോളം മിഥുനിപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തില്ല, അവൻ കാറിൽ പോയിരുന്നൊരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു നോൺ പ്രാക്ടീസിങ് കാത്തലിക്കൊന്നും അല്ല. അയാൾ അത്യാവശ്യം കൊന്തയിലുള്ള ആളാണ്, വീട്ടിലൊക്കെ പ്രാർത്ഥന കൂടുന്ന ആളാണ്, അതിനെതിരിപ്പൊന്നുള്ള ആളല്ല. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാത്ത ആളൊന്നുമല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് തോന്നിയിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾക്കത് തോന്നണില്ല. മനസ്സിലായില്ലേ? നമ്മൾ പള്ളിയിൽ പോകുന്നതായിട്ടും കുർബാന കൂടുന്നതായിട്ടും നമ്മൾക്കത് തോന്നണില്ല. എന്താ കാര്യം? നിങ്ങളത് സ്പിരിച്വൽ ഫ്രിജിഡിറ്റിയിലാണ്. യു ആർ എ സ്പിരിച്വൽ ഫ്രിജിഡിറ്റി. ഇതിന് ആദ്യം വേണ്ടത് അവയർനെസ്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റി, ആധ്യാത്മിക ശൈത്യത്തെ അതിജീവിക്കാനുള്ള ആദ്യ മാർഗമെന്ന് പറയുന്നത് അവയർനെസ്സാണ്. എന്താണ്? ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ മനസ്സ് ഉറപ്പിക്കണം. നിങ്ങളിവിടെ ആയിരിക്കാണ്, ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ്. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഉടമ്പടിയെക്കുറിച്ച് വല്ലാത്ത കോൺഷ്യസാണ്. എന്താ കോൺഷ്യസ്? അവബോധമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ, ഞാൻ ഇപ്പോഴും ഓർക്കും, ഒരു ആങ്ങളെ ഉടമ്പടി എടുത്ത്, ഒരു പെങ്ങൾ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് അവളങ്ങനെ ഉടമ്പടി ജീവിക്കുകയാണ്. വേറെ എന്തോ കാര്യത്തിന് വേണ്ടി, അവൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ അവൾക്ക് ഉടമ്പടിയാണെന്ന് അവൾക്ക് അവയർനെസ് ഉണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഫോൺ കേട്ടു. അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കൂട്ടുകാരത്തി വിളിച്ചിരിക്കുകയാണ്. എടി, നിൻ്റെ ആങ്ങളയെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ്. ആ വണ്ടി കണ്ട ആങ്ങളും ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല, നീ പേടിക്കാൻ പറയുകയല്ല, നീ പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്യണമെങ്കിൽ ഇവളൊരു കാര്യം പറയും, എൻ്റെ ആങ്ങളൊക്കെ ഒരു ചുക്ക് സംഭവിക്കത്തില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന്. ഇതാണ് കവനൻ്റ് കോൺഷ്യസ് എന്ന് പറയണത്. കവനൻ്റ് കോൺഷ്യസ് ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ എപ്പോഴും തരികയില്ലേ. ഇപ്പം ചില ആൾക്കാർ എന്നെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുക, അച്ഛാ ഇത് കണ്ട അച്ഛാ, ഉടമ്പടി കാശുരൂപയില്ല, ഞാൻ കൊച്ചു കാശ് കൊണ്ട് അടയ്ക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു, കൊച്ചു ഉടമ്പടി കാശുരൂപ എന്ത് ചെയ്യും? അപ്പം മിണ്ടത്തില്ല. അതെന്താ കാര്യം? അവർ മകൾക്ക് കൊടുത്തതാണേ, നമുക്കത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി കാശുരൂപം പോയാൽ നിങ്ങളുടെ മുമ്പിൽ ഉടമ്പടി കാശ് ഇനി വേണമെങ്കിൽ ഉടമ്പടി എടുക്കാനേ പറ്റത്തുള്ളൂ. അല്ല എന്തെങ്കിലും ഒരു വസ്തു തരികയല്ല. ഉടമ്പടി നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ, ആ കാശ് നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയാണ്. അത് ഒരു ഓർമ്മയാണ്. നിങ്ങൾക്കറിയാവില്ല, ക്രിസ്ത്യാനിറ്റിയിലെല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുന്നത് ഓർമ്മ സ്റ്റേജിലാണ്. ഓർമ്മയെ ഉണർത്തുക എന്നുള്ളതാണ് വിശ്വാസിയുടെ നടപടിക്രമങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഓർമ്മയെ ഉണർത്തിക്കഴിഞ്ഞാൽ ഉടനെ അഭിഷേകവും ആത്മശക്തിയുമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. ക്രിസ്ത്യാനിറ്റി മൊത്തം ഒരു ഓർമ്മയിലാണ് നിൽക്കുന്നത്.
അതിൻ്റെ ഫോം എന്താണ്? വാട്ട് ഈസ് ഫോം? ഇതൊരു മെമ്മറി ഫോമിലുള്ളതാണ്. ഓർമ്മയെ ഉണർത്താൻ പറ്റിയ ഏറ്റവും ടോപ്പായിട്ടുള്ള ആക്ടിവേഷൻ ഫോർമുലയാണ് മാസം എന്ന് പറയുന്നത്. ഓർമ്മ ഉണർത്തലാണ്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈ കുർബാന, ആൾക്കാരോട്ട് നടത്തുന്ന കുർബാന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുർബാനയാണ്. ആഘോഷമാണ് ശരിക്കും. എന്തിനാഘോഷിക്കുന്നു? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനെ ഞാൻ ആഘോഷിക്കുകയാണ്. എന്താണ്? മരണം പ്രഖ്യാപനമാണ്. ജീസസ് ഡൈഡ് ഫോർ മീ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും പറയുന്നതാണ്. കർത്താവ് എനിക്ക് പകരക്കാരനായി മരിച്ചവനാണ്. ഞാൻ മരിക്കുന്നിടത്ത് എനിക്ക് പകരക്കാരനായി മരിച്ചു. അപ്പോൾ എനിക്കിനി മരണമില്ല. ഞാൻ നിത്യത വരെ കർത്താവിനെ കണ്ടെത്തും വരെ, കൂടെ ജീവിക്കും വരെ എനിക്കൊരു ജീവിതം ഞാൻ പങ്കിടുകയാണ്. അപ്പോൾ എൻ്റെ ത്വര എന്താണ്? എത്രയും വേഗം കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ടാണ് ബൈബിൾ ചോദിക്കേണ്ടത്, മരണമേ നിന്റെ ദംശനം എവിടെ? ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:55. 1 കൊരിന്തോസ് 15:55. മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തെ ഒരു പാമ്പായിട്ടാണ് കാണുന്നത്. ഇപ്പം എന്ത് ചെയ്യും? അതിൻ്റെ വിഷപ്പല്ലി കർത്താവ് ഊരിക്കളഞ്ഞ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. പറഞ്ഞേ, മരണമേ നിന്റെ ദംശനം എവിടെ? അടുത്ത വചനം. മരണത്തിന്റെ ദംശനം പാപവും. മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അപ്പം നമുക്ക് വിജയം നൽകുന്ന ആരാണ്? ദൈവം. ആര് വഴിയാണ്? കർത്താവ് വഴി. അപ്പം നമുക്ക് വിജയം നൽകുന്ന ദൈവമാണെങ്കിൽ, അത് കർത്താവ് വഴിയാണെങ്കിൽ, ആ വിജയം നൽകുന്ന കർത്താവ്, അത് വിജയം നൽകിയത് ഉടമ്പടി വഴിയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രവൃത്തികളിൽ ഈശോയെ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.